ഹലോ നമസ്കാരം. കേരളത്തിലെ ചെറുപ്പക്കാർ 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുടെയും ആത്മഹത്യ പ്രവണത എന്തുകൊണ്ട് കൂടുന്നു? നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്കെല്ലാം തന്നെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ കുട്ടികളിലും വളർന്നു വരുന്നത്. അവർക്ക് ഇല്ലാത്ത സാധനങ്ങളില്ല. അവരാഗ്രഹിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പേരന്റിങ് പോകുന്നത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതാവുകയും ആത്മഹത്യയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും? ഇതിന് പല കാരണങ്ങൾ പുറമെ ഓരോ ആത്മഹത്യ വരുമ്പോഴും നമ്മൾ പല കാരണങ്ങളാണ് പറയുന്നത്. പഠിത്തം മോശമായി, പഠിക്കാൻ പറ്റുന്നില്ല, മാർക്ക് കുറഞ്ഞു പോയി, വിചാരിച്ച ജോലി കിട്ടിയില്ല, പ്രണയ അഭ്യർത്ഥന നടത്തിയിട്ട് നമുക്ക് ആഗ്രഹിച്ച പോലെ കിട്ടിയില്ല, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പ്രണയത്തില്, അല്ലെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ഉണ്ടാകുന്ന കളിയാക്കലുകളാവാം, വീട്ടില് മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ തമ്മിലുള്ള വഴക്കുകളാവാം, വീട്ടിലുണ്ടാകുന്ന മാതാപിതാക്കളുടെ മാനസിക രോഗങ്ങളാവാം, അല്ലെങ്കിൽ ആൽക്കഹോൾ ഡിപെൻഡൻസോ ഡ്രഗ് അബ്യൂസോ ആവാം, കുട്ടികൾക്ക് മാതാപിതാക്കളുടെ അടുത്തുനിന്ന് കിട്ടേണ്ട സ്നേഹ സാമീപ്യത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടാവാം, കുട്ടികൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളുടെയും സഹോദരങ്ങളിൽ നിന്നും വരുന്ന റിജക്ഷൻ, അവരെ കെയർ ചെയ്യുന്നില്ല, കൺസേൺ ചെയ്യുന്നില്ല, ലവ് ചെയ്യുന്നില്ല, അഫെക്ഷൻ കിട്ടാത്തത് കൊണ്ടാവാം, അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതാവാം. മാതാപിതാക്കളോട് ഇപ്പോഴത്തെ തലമുറയിലുള്ള 18 വയസ്സ് പ്രായത്തിലുള്ള കുട്ടികൾ ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. തുറന്നു പറയത്തില്ല. അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് വേണം എന്ന് പറയാൻ പോലും അവർക്ക് മടിയാണ്. അത് എത്ര സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടികളാണെങ്കിലും. അതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങളാവാം. കണ്ടിന്യൂസ് ആയി ചാറ്റിംഗ് ചെയ്യുകയും ആ ചാറ്റിംഗ് ചെയ്യുന്ന ആള് ത്രട്ടൺ ചെയ്യുകയും ചെയ്യുന്നതാവാം. വീഡിയോസ് ഫോട്ടോസ് റിലീസ് ചെയ്യുന്നുള്ള ത്രട്ടണിങ് ആവാം. മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ യൂസ് മൂലമാകാം. വ്യക്തിത്വ വൈകല്യങ്ങൾ മൂലമാകാം. അവരുടെ ആത്മവിശ്വാസവും സെൽഫ് എസ്റ്റീമും കുറയുന്നത് കൊണ്ടാവാം. അവർക്ക് ജീവിതത്തിനോടുള്ള ഹോപ്പ് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാവാം. പക്ഷെ ഇതെല്ലാം സിംറ്റംസ് എന്തുകൊണ്ട് കാണിക്കുന്നു? നമ്മൾ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടും ഈ മക്കൾ എന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു? ഇപ്പോഴത്തെ കണക്ക് വെച്ച പ്രകാരം കഴിഞ്ഞ വർഷം 391 അധികം ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് സൂസൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് ഓരോ സൂചനയും ഓരോ കഥയാണ് പറയുന്നത്. മൊബൈൽ കൊടുക്കാത്തത് കൊണ്ടാണ്, ടൂറിന് വിടാത്തത് കൊണ്ടാണ്, ഇങ്ങനെ പല കാരണങ്ങൾ പറയുന്നു. ഇതെല്ലാം ഒരു എക്സ്റ്റേണൽ ഫാക്ടർ മാത്രമാണ്. ഇതിന് പുറകെ നമ്മുടെ തലച്ചോറിലെ SSRI ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. സെറോട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ, നോറെപ്പിനെഫ്രിൻ ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് സമാധാനം, സന്തോഷം, സംതൃപ്തി, ആത്മവിശ്വാസം, ധൈര്യം, നല്ല റിലേഷൻഷിപ്പ് ഇതെല്ലാം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള നല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് കുറഞ്ഞു പോകുന്നത് നമ്മൾ അറിയത്തില്ല. ഈ കുറഞ്ഞു പോകുന്നതിന്റെ ലക്ഷണങ്ങൾ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ബേസിക് ആയിട്ട് അവരുടെ വർത്തമാനത്തിന്റെ അളവ് കുറയുക, വർത്തമാനത്തിന്റെ ടോൺ കുറഞ്ഞു പോവുക, സ്പീഡ് കുറഞ്ഞു പോവുക, വർത്തമാനത്തിന് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ താമസമോ അല്ലെങ്കിൽ കൂടുതൽ ടൈം എടുക്കുകയോ എടുത്തു ചാടി പറയുകയോ ചെയ്യുന്ന അവസ്ഥ, അവരുടെ പേഴ്സണൽ ഹൈജീൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ, കുളിക്കാനും തുണി മാറാനും ഗ്രൂം ചെയ്യാനുമുള്ള മടി, ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, പുറത്തു പോകാൻ താല്പര്യമില്ലായ്മ, വീടിന്റെ അകത്ത് റൂമിന്റെ അകത്ത് ഫുൾ ടൈം അടച്ചിരിക്കുന്ന അവസ്ഥ, വീട്ടിലുള്ള ആൾക്കാരോട് മിണ്ടാത്ത അവസ്ഥ, ചിരിക്കാറില്ല, ഒരു തരത്തിലുള്ള ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാത്ത അവസ്ഥ, ചില സമയങ്ങളിൽ എല്ലാ ഇമോഷൻസും പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട് വയലന്റ് ആകുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള സ്വഭാവ രീതികൾ, വിശപ്പില്ലായ്മ, ഉറക്കയില്ലായ്മ, പഠനത്തിൽ ശ്രദ്ധ കുറയുന്നത്, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മറവി വരുന്ന അവസ്ഥ, എനർജി കുറയുക, ചെയ്യുന്ന കാര്യങ്ങളുടെ സ്പീഡ് കുറയുക, ചെയ്യുന്ന കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത്, പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റി ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കട്ടിലേക്ക് കിടക്കണം എന്നായിരിക്കാം ആഗ്രഹം, ഓൾവേസ് ക്ഷീണമായിരിക്കാം. കട്ടിലിൽ കിടക്കുമ്പോൾ അപ്പുറത്തുള്ള സ്വിച്ച് ഒന്ന് ഓണാക്കി ഫാൻ ഓണാക്കാനോ ലൈറ്റ് ഓണാക്കാനോ ഉള്ള മടിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ഫോൺ ഒന്ന് കൈകൊണ്ട് എടുക്കാനുള്ള ഒരു മടിയായിരിക്കാം, വെള്ളം
ലാപ്ടോപ്പ് എടുക്കാനുള്ള മടിയായിരിക്കാം. മറ്റുള്ളവരെ വിളിച്ചിട്ട് അതൊന്ന് ഓൺ ആക്കിക്കേ, അതൊന്ന് ഓഫ് ആക്കിക്കേ, അല്ലെ അതൊന്ന് എടുത്തു തരാമോ, കട്ടിലേന്ന് എഴുതാൻ മനസ്സിലായുക. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ മാതാപിതാക്കൾ മനസ്സിലാക്കുക അവരുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ അൺബാലൻസ് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ വിറ്റമിൻ ഡിയും തൈറോയിഡും ഒക്കെ ചെക്ക് ചെയ്യുക, മൾട്ടി വിറ്റമിൻസ് കൊടുക്കുക, അത് ബാലൻസ് ചെയ്യുക, സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. ഈ സിംറ്റംസ് ഒക്കെ കുട്ടികൾ മാറും, എഴുതത്തോളും ചെയ്തോളും എടുത്തോളും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് മാറില്ല, തന്നെ മാറില്ല. തലച്ചോറില് ഹോർമോൺസ് കുറഞ്ഞു പോകുന്നത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്രോൾ കുറയുന്നത് പോലെയാണ്. പെട്രോൾ അടിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ വണ്ടി ഓടിപ്പോകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഹോർമോൺസ് ഒക്കെ ഇങ്ങനത്തെ കുറയുമ്പോൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറയുമ്പോൾ നമ്മൾ അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുത്ത് അത് ഓടിക്കാനുള്ള സംവിധാനം ചെയ്യുകയും അതുമൂലം അവർക്ക് അവരുടെ ജീവിതം നല്ല രീതിയിൽ ബെറ്ററായി മുന്നോട്ട് പോവുകയും ചെയ്യും. ആത്മഹത്യയുടെ നിരക്കുകൾ ഇനി കുറഞ്ഞു വരട്ടെ. നമ്മുടെ സമൂഹത്തില് എല്ലാവരുടെ മനസ്സിലും പ്രകാശം പരക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഡോക്ടർ അനുസ്മരിച്ചുകൊണ്ട്.